blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാകട്ടെ. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഈ പ്രോഗ്രാം കാണാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആ വ്യക്തിയെ വിളിക്കുക. ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം കാണാൻ ആ വ്യക്തിയോട് റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫ് ആൻഡ് മെർലി ജോസഫിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡിങ് ആനിവേഴ്സറി നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഈ സമയത്ത് അവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. സഹോദരൻ ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭോപ്പാലിൽ നിന്നും സുനി മാത്യുവിനും ഫാമിലിക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ പിതാവിൻ്റെ 75ാമത്തെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ചേർന്ന ആ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുനിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ലിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ എമിലിന് വേണ്ടിയും ഏഞ്ചലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യം നൽകണമേ, മറ്റെല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എരൂരിൽ നിന്നും ജേക്കബ് ജോണിനും ഗ്രേസ് ജേക്കബിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, അവരുടെ 45ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ കർത്താവെ, തൻ്റെ 71st ബർത്ത്ഡേ ജാനുവരി 29 ഈ 2 വിശേഷ അവസരങ്ങളും കർത്താവെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. വലിയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ജന്മദിനത്തെ അനുഗ്രഹിക്കുന്നു. ആരോഗ്യത്താൽ കർത്താവ് 2 പേരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമകൻ ഷോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കർത്താവെ അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജനുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽവാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജനുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47 കരുനാഗപ്പള്ളി. Everyone living in this world has a desire to have satisfaction in life. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തൃപ്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. Many people are very dissatisfied and discontented in their life. പല ആളുകളും അവരുടെ ജീവിതത്തിൽ അതൃപ്തിയുള്ളവരും അസന്തുഷ്ടിയുള്ളവരുമാണ്. But the word of God says that God is willing to give us a very contented life. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, വളരെ തൃപ്തിയുള്ള സന്തുഷ്ടമായ ഒരു ജീവിതം നൽകുവാൻ ദൈവം തയ്യാറാണ്. Let us read those promises now. ആ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് വായിക്കാം. Psalm 103 verses 4 and 5. സങ്കീർത്തനങ്ങൾ 103 4 5. Who redeems your life from destruction, who crowns you with loving kindness and tender mercies. Verse number 5. Who satisfies your mouth with good things so that your youth is renewed like the eagles. 4-5 വചനങ്ങൾ. അവിടുന്ന് നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു, ദയയും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കേണ്ടതിന് അവിടുന്ന് നിന്റെ ആയുഷ്കാലം നന്മ കൊണ്ട് തൃപ്തനാക്കുന്നു. Hallelujah. Hallelujah. This is a wonderful promise in the Bible.
ബൈബിളിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണിത്. God wants to satisfy our mouth with good things. ഇവിടെ ദൈവം നമ്മുടെ അധരത്തെ നന്മകൾ കൊണ്ട് തൃപ്തനാക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Maybe the primary meaning is that he will give us very good food so that we will be satisfied. ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം ഒരുപക്ഷേ നല്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ അധരത്തിന് തൃപ്തി വരുമെന്നായിരിക്കും. Hallelujah. ഹല്ലേലൂയ. After this blessing festival, ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം, because it is late, everybody is so hungry. വൈകുന്നത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും. So hungry. വളരെ വിശപ്പ്. Some people say, I'm so hungry that I want to eat an elephant. ചില ആൾക്കാർ പറയും ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. Oh, I'm so hungry. അത്ര വിശപ്പുണ്ട്. So when you are so hungry, you want to have a very good food, delicious food. നിങ്ങൾ വളരെ വിശന്ന് വരഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. After having that delicious elaborate food, you feel satisfied. ആ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, സദ്യ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവും. After the very good elaborate meal, you get a little sweet also, some payasam or a piece of cake or laddu or something sweet, some pudding or something, ice cream. ആ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം മധുരം കൂടി കിട്ടുന്നു. ഐസ്ക്രീമോ പുഡിങ്ങോ എന്തെങ്കിലും മധുരങ്ങൾ കിട്ടുന്നു. Then you feel very satisfied. അതുകൂടി കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തി ഉണ്ടാകും. The Bible says God is going to fill your mouth with good things so that you will be satisfied. വചനം പറയുന്നു, ദൈവം നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറച്ച് നിങ്ങളെ തൃപ്തനാക്കും. But God's promise here is not just about our food or drink, it is beyond that. എന്നാൽ ദൈവത്തിന്റെ ഇവിടെയുള്ള വാഗ്ദത്തം ചുമ്മാ നമ്മുടെ ഭക്ഷണവും പാനീയവുമല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. Hallelujah. Hallelujah. You'll be satisfied spiritually, നിങ്ങൾ ആത്മീകമായി തൃപ്തരാകും. mentally, മാനസികമായി, emotionally, വൈകാരികപരമായി, in your married life, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, financially, സാമ്പത്തികത്തിൽ, so that you will be rejuvenated in your life. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതുക്കമുണ്ടാകും. That's what the end part of that verse is, so that your youth is renewed like the eagles. അങ്ങനെയാണ് അതിന്റെ ആ വാക്യം അവസാനിക്കുന്നത്. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. Hallelujah. Hallelujah. One of the different specialities of an eagle is that at times it will shred away all its feathers and it will wear new feathers. ഒരു കഴുകനുള്ള മറ്റുള്ള പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവം ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് തൻ്റെ തൂവലുകൾ കൊഴിച്ചു കളയും, അതിനുശേഷം പുതിയ തൂവലുകൾ ആ ഭാഗത്ത് വന്നു ചേരും. So that it can soar up to new heights. അങ്ങനെ അതിന് വളരെ ഉയരങ്ങളിലേക്ക് കൂടുതൽ പറക്കുവാൻ കഴിയും. I prophesy over you as a man of God. ഒരു ദൈവപുരുഷൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, This year ഈ വർഷം God is going to give you some renewal, refreshing experiences. ഈ വർഷം നിങ്ങൾക്ക് ചില പുതുക്കത്തിന്റെ നവോന്മേഷത്തിന്റെ അനുഭവങ്ങൾ നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. So that you'll be soaring up like an eagle. നിങ്ങൾ അങ്ങനെ ഒരു കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ പോവുകയാണ്. Hallelujah. Hallelujah. I request all of you to stretch your wings like this, spread your wings like this. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ രണ്ട് കൈകൾ, നിങ്ങളുടെ രണ്ട് ചിറകുകൾ ഇങ്ങനെ വിടർത്തിയേ. Don't hit the next person's neck. അടുത്താളെ തൊഴിച്ച് താഴെയിടരുത്. And then start flying like this. ഇതുപോലെ ഒന്ന് പറക്കാൻ തുടങ്ങി. Everybody fly everywhere. എല്ലായിടത്തും എല്ലാവരും ഒന്ന് പറന്നേ. This is what is going to happen in your life this year. ഇതാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. Hallelujah. Hallelujah. You'll fly and fly and fly and fly to new heights. നിങ്ങൾ പറന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറന്നു കയറും. Clap for the Lord right now. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിയാലും. Hallelujah. So the first thing God wants to give you is some very good food. ആദ്യം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നത് നല്ല മേൽത്തരമായ ഭക്ഷണമാണ്. That also means spiritual food. അത് ആത്മീക ഭക്ഷണം എന്ന അർത്ഥമുണ്ട്. You remember when Elijah was so tired, he started to die. He wanted to die. He said, Lord, I'm not good like my fathers. I want to die. Take my life. ഒരിക്കൽ ഏലിയാവ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അത്ര നല്ലവനൊന്നുമല്ല, എൻ്റെ ജീവൻ എടുത്തോളണേ. He was so desperate. He was depressed. He was going into depression.
കാരണം അദ്ദേഹം അത്രയും നിരാശനായിരുന്നു, താൻ അത്രയും മടുത്തിരുന്നു. He wanted to die and he was suicidal. അവന് തനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നുള്ള ചിന്ത തനിക്കുണ്ടായി. Hallelujah. ഹല്ലേലൂയ. When a child of God wants to die, how will God respond? ഒരു ദൈവവൈതലിന് മരിക്കണമെന്ന് തോന്നുമ്പോൾ, മതി എന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് കർത്താവ് പ്രതികരിക്കുക? God will not allow that child of God to die. ആ വ്യക്തി മരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. Instead, he will extend his life. അതിന് പകരം ആയുസ് നീട്ടിത്തരും. Hallelujah. ഹല്ലേലൂയ. Elijah, a servant of God, anointed man of God, a mighty prophet of God, wanted to die. ഇതാ ഒരു വലിയ ദൈവപുരുഷൻ, പ്രവാചകൻ, അതിശക്തനായ ദൈവപുരുഷൻ, ഇതാ അവന് മരിക്കണം. God immediately sent his angel. ദൈവം വേഗത്തിൽ തന്റെ ഒരു ദൂതനെ അയച്ചു. When you are depressed, നിങ്ങൾ when നിരാശരായിരിക്കുമ്പോൾ, you are disappointed, when you want to die, മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, when you don't want to live anymore, ഇനിയും എനിക്ക് ജീവിക്കണ്ട നിങ്ങൾ കരുതുമ്പോൾ, God will send his angel. ദൈവം തന്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. Hallelujah. ഹല്ലേലൂയ. ഓരോ വർഷവും ദൈവത്തിൽ നിന്നും ഒരു ദാനമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ടൈം ബാങ്കിൽ നിന്നും ഒരു വർഷത്തെ നമുക്ക് അനുവദിച്ചു തരികയാണ്. 2017 ദൈവം നമുക്കൊരു ഗിഫ്റ്റായി തന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരണം എന്നൊക്കെ ഉള്ളിൽ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങളാകെ ചെയ്യേണ്ടത് ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പല ശുശ്രൂഷകളിലും നിങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയും. അതെങ്ങനെയാണ് എന്നറിയേണ്ടതിന് നിങ്ങളാകെ ചെയ്യേണ്ടത് 422133 എന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ നിന്ന് തീർച്ചയായും നിങ്ങൾ വിളിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു മിസ്ഡ് കോൾ അടിച്ചു, പെട്ടെന്ന് റെസ്പോൺസ് ലഭിച്ചില്ലെങ്കിലും തിരികെ വിളിച്ചില്ലെങ്കിലും ദയവായി ക്ഷമിക്കുക. ചില സമയങ്ങൾക്കകം വിളിക്കും. പ്രാരംഭ സമയങ്ങളിൽ നമുക്ക് ഒത്തിരി കോളുകൾ ഉള്ളതുകൊണ്ട് ഒരല്പം സാവകാശം വേണ്ടിവരും. ഇതിനു മുമ്പ് മിസ്ഡ് കോൾ അടിച്ചു, പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അത് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഇടാം. ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. This year we can do so many things together. Sometimes that messenger may be another sister, another spiritual brother, or a minister, or someone God will send into your life. ഒരു പക്ഷേ ആ ദൂതൻ ഒരു ആത്മീക സഹോദരിയായിരിക്കാം, സഹോദരനായിരിക്കാം, ഒരു ശുശ്രൂഷക്കാരനായിരിക്കാം. God can move in your life in multifarious ways. ദൈവത്തിന് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. Say hallelujah. ഹല്ലേലൂയ. God is concerned about you. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. So Elijah wanted to die, but here comes an angel. ഏലിയാവൻ എങ്ങനെയും മരിക്കണം, എന്നാൽ ഇവിടെ ഇതാ ഒരു ദൂതൻ വന്നിരിക്കുകയാണ്. And when the angel came, ആ ദൂതൻ വന്നപ്പോൾ he did not reveal great truths of God, or he did not show great visions of Lord. Instead, he gave him very good food. ആ ദൂതൻ വന്നപ്പോൾ വലിയ ദൈവിക അരുളപ്പാടുകളോ ദർശനങ്ങളോ ദിവ്യമായ വെളിപ്പാടുകളോ അല്ല നൽകിയത്. അതിന് പകരം കഴിക്കാനുള്ള ഭക്ഷണമാണ് നൽകിയത്. Hallelujah. ഹല്ലേലൂയ. There was a baked bread over there, very hot. വളരെ ചൂടുള്ള ഒരു അപ്പമാണ് അവിടെ And ഉണ്ടായിരുന്നത്. there was a very good drink there. നല്ല പാനീയം, വെള്ളമുണ്ടായിരുന്നു. And Elijah was so tired and sleeping, exhausted. അവനിതാ ക്ഷീണിച്ച ഏലിയാവ് ഉറങ്ങിക്കിടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. But angel said, "Wake up, Elijah, wake up, wake up." ദൂതൻ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്ക് ഏലിയാവ് എഴുന്നേക്ക്. And the prophet opened his eyes and woke up. ആ ഏലിയാവ് കണ്ണു തുറന്ന് എഴുന്നേറ്റു. Delicious food. ഓ, നല്ല ഭക്ഷണം. The angel said, "Eat." ദൂതൻ പറഞ്ഞു, കഴിക്ക്, Eat. കഴിക്കുക. He started eating. അവൻ കഴിക്കാൻ തുടങ്ങി. And he was full. അവൻ വയറ് നിറഞ്ഞു. He slept again. വീണ്ടും കിടന്നുറങ്ങി. The angel waited വീണ്ടും ദൂതൻ കാത്തിരുന്നു. till the food was digested. ആ ഭക്ഷണം ദഹിക്കുന്നവരെ ദൂതൻ കാത്തിരുന്നു. Then he called him again. Elijah, Elijah, wake up, wake up. വീണ്ടും തട്ടി എഴുന്നേൽപ്പിച്ചു, എഴുന്നേക്ക്, എഴുന്നേക്ക്. In many houses, mummies come and ask the sons to wake up, wake up, breakfast is ready. പല വീടുകളിൽ അമ്മമാര് മക്കളെ തട്ടി എഴുന്നേൽപ്പിക്കുക, എടാ എഴുന്നേക്കടാ, എഴുന്നേക്കടാ, ഭക്ഷണം റെഡിയായി, Come, eat. വാ കഴിക്ക്. Children come. In the same way, the angel is waking up Elijah. ഇതാ അതുപോലെ തന്നെ ദൂതൻ ഇതാ ഏലിയാവിനെ തട്ടി ഉണർത്തുകയാണ്, എഴുന്നേക്ക്, കഴിക്കുക. By the time angel prepared another dish, ഈ ഇടവേളയ്ക്കകത്ത് തന്നെ again, ഇതാ hot bread and very delicious drink. കനൽമേൽ ചുട്ട അപ്പവും ഇതാ വളരെ നല്ല പാനീയവും. Again Elijah started eating. ഇതാ വീണ്ടും താൻ കഴിക്കാൻ തുടങ്ങുകയാണ്. When he was full, നിറഞ്ഞപ്പോൾ he slept again. വീണ്ടും കിടന്നുറങ്ങി.
Angel again waited until that food was digested. ആ ഭക്ഷണം ദഹിക്കുന്നവരെ വീണ്ടും ദൂതൻ കാത്തിരുന്നു. Third time he cooked bread and prepared water and asked him to wake up again. മൂന്നാം തവണയും ദൂതൻ ഇതാ ഭക്ഷണം പാകം ചെയ്ത് അവന് കുടിക്കാനുള്ളത് ഒരുക്കിക്കൊണ്ട് വീണ്ടും എഴുന്നേൽപ്പിക്കുക. 3 times this happened. 3 തവണ ഇത് സംഭവിച്ചു. After the 3 courses of full meal, Elijah now is ready to start his journey. ഇതാ 3 നേരവും നന്നായി കഴിച്ച ശേഷം താൻ തൃപ്തനായിക്കൊണ്ട് ഇതാ ഒരു യാത്രയ്ക്ക് വേണ്ടി താൻ തയ്യാറെടുക്കുകയാണ്. In the same way the Holy Spirit says, അതുപോലെ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, everyone sitting here, ഇവിടെ ഇരിക്കുന്നവർ, God wants to strengthen your life. നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ദൈവം He ആഗ്രഹിക്കുന്നു. wants to give you good food for your mouth, നിങ്ങളുടെ അധരങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകുവാൻ ആഗ്രഹിക്കുന്നു. so that you'll be satisfied in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തരാകും. You have to do a great ministry for the Lord. കർത്താവിന് വേണ്ടി വലിയൊരു ശുശ്രൂഷ നിങ്ങൾ You ചെയ്യേണ്ടതുണ്ട്. have to pray for the sick people. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You have to save the lost souls. അനേക ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടണം. You have to deliver a lot of drunkards and alcoholics. നിരവധി മദ്യപാന്മാരെ കർത്താവിന് വേണ്ടി നിങ്ങൾ നേടിയെടുക്കണം, സ്വതന്ത്രരാക്കണം. You have to save a lot of youngsters for the Lord. കർത്താവിന് വേണ്ടി നിരവധി ചെറുപ്പക്കാരെ നിങ്ങൾ നേടാനുള്ളവരാണ്. You have to pray for long hours. നിങ്ങൾക്ക് ദീർഘ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുണ്ട്. You have to do something for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. You have to deposit something for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലത് നിങ്ങൾക്ക് നിക്ഷേപിക്കുവാനുണ്ട്. Hallelujah. ഹല്ലേലൂയ. Elijah, you have a long journey in front of you. ഏലിയാവേ, നിന്റെ മുമ്പിൽ ഒരു ദീർഘയാത്രയുണ്ട്. Hallelujah. ഹല്ലേലൂയ. So God wants to give you satisfaction by giving some food to your mouth. ദൈവം നിങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ ആഗ്രഹിക്കുന്നു. When we read Psalm 91 and verse number 16, the Bible says, with long life I will satisfy him and show him my salvation. സങ്കീർത്തനങ്ങൾ 91:16 വചനത്തിൽ പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, നിന്റെ രക്ഷയെ നിനക്ക് കാണിച്ചു തരും. Hallelujah. ഹല്ലേലൂയ. You will see a long life. ഇതാ ഒരു ദീർഘായുസ്. Not only that, you'll be satisfied with the salvation of God. മാത്രമല്ല ദൈവത്തിന്റെ രക്ഷയാൽ അവൻ നിനക്ക് തൃപ്തി വരുത്തും. Lift up your hands കരങ്ങൾ ഉയർത്താം. and tell him, Lord, I want long life. പറഞ്ഞേ, കർത്താവേ, എനിക്ക് ദീർഘായുസ് വേണം. Hallelujah. ഹല്ലേലൂയ. I want long life. എനിക്ക് ദീർഘായുസ് വേണം. Hallelujah. ഹല്ലേലൂയ. Satisfy me, Lord, with your salvation. കർത്താവേ, അങ്ങയുടെ രക്ഷയാൽ എനിക്ക് തൃപ്തി വരുത്തണമേ. Pray that prayer in Malayalam, everyone. എല്ലാവരും പ്രാർത്ഥിക്കാമോ? കർത്താവേ, എനിക്ക് ദീർഘായുസ് നൽകണമേ, അങ്ങയുടെ രക്ഷയാൽ എനിക്ക് തൃപ്തി വരുത്തണമേ, അങ്ങയുടെ രക്ഷയാൽ എന്നെ തൃപ്തനാക്കണമേ. Say hallelujah. ഹല്ലേലൂയ. Move your hands, shout hallelujah. കരങ്ങളെ വീശി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. As you are listening to the word, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ healings are taking place. രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ്. Because according to Hebrews chapter 4 verse number 12, എബ്രായ ലേഖനം 4:12 അനുസരിച്ച് the word is a double-edged sword. വചനം എന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ്. It can cut through your flesh, it can cut through your sinews, your bones and bone marrows. നിങ്ങളുടെ മാംസപേശികൾക്കുള്ളിലൂടെ അസ്ഥിപഞ്ജരങ്ങൾക്കുള്ളിലൂടെ ഈ വചനത്തിന് തുളച്ചു കയറുവാൻ കഴിയും. Say hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. സഹോദരിയുടെ പേര് ബിൻസി സനു എന്നാണ്. റാന്നി സ്വദേശിയാണ്. തനിക്ക് ഒരു കുട്ടിയുണ്ട്. രണ്ടാമത് താൻ ഗർഭവതിയായ സമയത്ത് 1.5 മാസമായപ്പോഴാണ് ഹോസ്പിറ്റലിൽ ചെന്നത്.
ഹോസ്പിറ്റൽ ഡോക്ടർ പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം പറഞ്ഞു 1.5 മാസമല്ലല്ലോ, അതിൽ കൂടുതൽ വലിപ്പം കാണുന്നല്ലോ, വളർച്ച തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞില്ല, 1.5 മാസമായിട്ടുള്ളെന്ന് പറഞ്ഞു. പിന്നീട് അതിനെ തുടർന്ന് ഒരു സ്കാനിങ് നടത്തിയായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ കണ്ടെത്തിയത് കുഞ്ഞ് അകത്തുള്ളപ്പോൾ തന്നെ അതിൻ്റെ ചുറ്റും 8 ഫൈബ്രോയിഡുകൾ, യൂട്രസിനകത്ത് 8 ഫൈബ്രോയിഡുകൾ ഈ മകൾക്കുണ്ടായിരുന്നു. ഫൈബ്രോയിഡുകൾ ഈ കുഞ്ഞിന് ചുറ്റും ഉണ്ടായിരുന്നു. അതും സാമാന്യ വലിപ്പമുള്ള മുഴകളായിരുന്നു അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. തുടർന്ന് തനിക്ക് ഇത് കൂടുതൽ ഗുരുതരമാവുകയും 4 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കടന്നു വന്നു. മൈപ്രേയറി താൻ വാങ്ങിച്ചു. രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥനയും ഒരു അത്ഭുതത്തിനുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ വർഷം ആദ്യം ജൂൺ മാസങ്ങളിൽ തനിക്ക് ജൂലൈ മാസത്തിൽ ഇതിൻ്റെ ഫൈബ്രോയിഡിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞതാണ്. ഒരു ഹോസ്പിറ്റൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഫൈബ്രോയിഡുകൾ 8 എണ്ണം ഉള്ളതുകൊണ്ട് അത് മുഴുവൻ മാറ്റുന്നതിന് നല്ലത് യൂട്രസ് തന്നെ റിമൂവ് ചെയ്യണമെന്ന് ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു. എന്നാൽ താൻ അതുപോലെ സീരിയസ് ആയിരുന്നു, ഈ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത്. മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ഇച്ചിരി സങ്കീർണമാണ്, ഒരു ഓപ്പറേഷനിലൂടെ ആണെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്യാതെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ താൻ ട്രീറ്റ്മെൻറ്റ് ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷേ താൻ ആ ട്രീറ്റ്മെൻറ്റിന് പോകാതെ അതിന് പകരം ആ മാസം തിരുവല്ലയിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നു. ആദ്യം വന്നത് റാന്നിയിലാണ്. അതിനുശേഷം തിരുവല്ലയിൽ വന്നു. തിരുവല്ല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തനിക്ക് അകത്തിരിക്കുവാൻ സ്ഥലം കിട്ടിയില്ല, പുറത്താണ് താൻ ഇരുന്നിരുന്നത്. അബ്രദർ ഹീലിംഗ് പ്രെയർ നടത്തുന്ന സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യൂട്രസിനകത്ത് നിരവധി ഫൈബ്രോയിഡുകളുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു, കർത്താവ് തൊടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ പുറത്ത് ഇരിക്കുന്നതാണെങ്കിലും പരിശുദ്ധാത്മ തന്നെ സ്പർശിക്കാൻ തുടങ്ങി. മകൾക്ക് ബോധ്യമായി, ബ്രദർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിഷയമാണ്, യേശു എന്നെ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ മകൾക്കൊരു വലിയ വിശ്വാസം സ്ക്രീനിലാണ് കണ്ടോണ്ടിരുന്നത് അല്ലേ? ഇപ്പുറത്തെ പുറത്തുള്ള പന്തലിൽ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അകത്തൊരു വിശ്വാസം ഉണ്ടായി, നമുക്കാണ്. ഇവൾ ചെയ്തത് അതിൻ്റെ 1 മാസം കൂടി കഴിഞ്ഞ ശേഷം താൻ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് താൻ വീണ്ടും പോയി. അവിടെ ചെന്ന് 2ാമത് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകൾ ഒന്നും തന്നെ കാണുന്നില്ല, നിങ്ങൾക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇനി ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല, നിങ്ങൾക്ക് അടുത്തൊരു ഗർഭധാരണത്തിന് യാതൊരു തടസ്സവും കാണുന്നില്ല. 8 എണ്ണം പ്രത്യക്ഷമായി. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ഉണ്ടായിരുന്നോ? ഉറപ്പാണോ? സ്കാനിംഗ് റിപ്പോർട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷവും ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ 2 പ്രാവശ്യം പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഈ മിസ്കാരേജിന് ശേഷം 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അതവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം സർജറിക്ക് വേണ്ടി ചെന്നപ്പോൾ 8 എണ്ണം അവിടെ ഇല്ല. സർജറി പിന്നെ 2ാമതൊരു ചെക്കപ്പിന് വേണ്ടി ചെന്നപ്പോഴാണ് ഇല്ലെന്ന് പറഞ്ഞു. ഇതില്ലെന്ന് പറഞ്ഞു. അതിൻ്റെയും റിപ്പോർട്ട് കണ്ടതാണ്. റിപ്പോർട്ടിൽ അവർ ജസ്റ്റ് ഇത് വയറ് നോക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ വയറ് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഫൈബ്രോയിഡ്സ് ഇങ്ങനെ അറിയാമായിരുന്നു, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷം അവർ നോക്കിയപ്പോൾ നമുക്കും പ്രശ്നങ്ങളില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നും. യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞതാ ആ സ്ഥാനത്ത്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സർജറി ചെയ്യാന്ന് പറഞ്ഞ കർത്താവ് ഇത്രയും വലിയൊരു അത്ഭുതം ഈ സഹോദരിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ് ചെയ്ത ഈ ഉപകാരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരിൽ സിസ്റ്റുകളോ ട്യൂമറുകളോ അമിത വളർച്ചകളോ ഫൈബ്രോയിഡുകളോ ആരില്ലെങ്കിലും ഉണ്ടെങ്കിൽ, ലംബുകളുണ്ടെങ്കിൽ കൈകൾ 2 ഉയർത്തിപ്പിടിച്ച്, ഈ രോഗം തന്നെ ആകണമെന്നില്ല, സഹോദരന്മാരോ സഹോദരിമാരോ ഏത് രോഗം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ഈ സാക്ഷ്യം കാണുന്നവർ നിങ്ങളും വിശ്വസിക്കുക, ഒരു സർജറി കൂടാതെ അത്ഭുതകരമായ ഒരു സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. ഈ സഹോദരിയെ സൗഖ്യമാക്കി അതേ കരങ്ങൾ ഇപ്പോൾ അനേകരെ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജനുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽവാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജനുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47 കരുനാഗപ്പള്ളി. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്ന ഒരു സഹോദരി, വളരെ വിഷമിച്ചൊരു സഹോദരി, അത്ഭുതകരമായി കർത്താവ് ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ആ
അവസ്ഥ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി അവർക്കൊരു സൗഖ്യം കൊടുത്തു. ഞാൻ ചിന്തിക്കുക, ചിലർക്ക് പ്രയർ കോൾ സെൻറ്ററിൽ വിളിക്കുമ്പോൾ, ചിലർക്ക് ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ വരുമ്പോൾ, ചിലർക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ചിലർക്ക് പ്രാർത്ഥനയിൽ, ചിലർക്ക് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് ചുമ്മാ നിൽക്കുമ്പോൾ, എവിടെയൊക്കെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, അത്ഭുതം ചെയ്തത് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് വിശ്വസിക്കുക, ഇന്ന് ഈ പ്രയർ ടൈമിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, ഒരു വിടുതലുണ്ടാവും. കർത്താവെ, ഇന്ന് ഇപ്പോൾ തന്നെ അങ്ങയുടെ കൈ നീട്ടി വിടുതലുകൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ഉള്ളിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലുണ്ടാകുന്നു, ചിലപ്പോൾ ബ്ലാക്ക് ഔട്ടായി താഴെ വീഴും. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വയറിൻ്റെ അകത്ത് ആന്തരാവയവങ്ങളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ഇൻറ്റേർണൽ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത്ഭുതകരമായി അങ്ങ് മക്കളെ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഇനി നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് 2 കൈകളും നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഏത് വിഷയത്തിലാണോ പ്രയാസപ്പെട്ടിരിക്കുന്നത് അതിൽ കർത്താവ് നീ പ്രവർത്തിക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടാതെ എല്ലാ ഞായറാഴ്ചയും, എന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച മറ്റന്നാളാണ്, എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വരാം. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം നിങ്ങൾക്ക് വളരാൻ കഴിയും. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അടുത്ത എപ്പിസോഡ് ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.